ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വൈപ്പർ ബ്ലേഡുകൾ മോശമായ കാലാവസ്ഥകളിൽ ക്ലിയർ ആയിട്ടുള്ള കാഴ്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നവയാണ്. എന്നിരുന്നാലും ഒരു വാഹനത്തിന്റെ റെഗുലർ ആയിട്ടുള്ള മെയിൻ്റനൻസ് സമയത്ത് നാം ഇവയ്ക്ക് എത്രത്തോളം ശ്രദ്ധ കൊടുക്കാറുണ്ട്? ശരിയായിട്ടുള്ള വൈപ്പറുകൾ സെലക്ട് ചെയ്യുക വഴി നമുക്ക് അപകടങ്ങൾ ഒഴിവാക്കാം. അതുവഴി നമ്മുടെ യാത്രകൾ സേഫും സ്ട്രെസ് ഫ്രീയുമാക്കാം. ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് തരത്തിലുള്ള വൈപ്പറുകൾ അവൈലബിൾ ആണ്. അതിൽ നിന്നും നമ്മുടെ വാഹനത്തിന് പറ്റിയവ എങ്ങനെ തിരഞ്ഞെടുക്കാം? ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ഇൻ ദിസ് വീഡിയോ. വൈപ്പർ സിസ്റ്റം കാണുമ്പോൾ വളരെ സിമ്പിൾ ആണെങ്കിൽ കൂടിയും അവ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ചെയ്യാനാണ്. ഡ്രൈവർക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഫീൽഡ് ഓഫ് വിഷൻ ഇവ ഉറപ്പുവരുത്തുന്നു. വൈപ്പർ ബ്ലേഡുകൾ സാധാരണയായി മഴ, മഞ്ഞ് അല്ലെങ്കിൽ വിൻഷീൽഡിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മറ്റു വസ്തുക്കൾ എന്നിവ റിമൂവ് ചെയ്ത് റോഡ്, മറ്റു വാഹനങ്ങൾ, അതുപോലെ തന്നെ കാൽനട യാത്രക്കാർ എന്നിവരെ കാണുന്നതിന് സഹായിക്കുന്നു. ഇത് എന്തെങ്കിലും ഒരു അപകടകരമായ അവസ്ഥയിൽ നമുക്ക് വളരെ വേഗത്തിൽ റിയാക്ട് ചെയ്യാൻ സഹായകമാണ്. മറിച്ച് നിങ്ങളുടെ വൈപ്പർ ശരിയായി വർക്ക് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു നോക്കൂ. അത് എത്രത്തോളം ഡിസ്ട്രാക്റ്റിങ്ങും ഫ്രസ്ട്രേറ്റിങ്ങുമാണ്. നല്ല മഴയുള്ള സമയത്ത് നിങ്ങളുടെ വൈപ്പർ നല്ലതുപോലെ മഴവെള്ളം റിമൂവ് ചെയ്യുന്നില്ല എങ്കിൽ അത് നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയും നിങ്ങളെ ഒരു അപകടത്തിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം. അതുപോലെ പ്രോപ്പറായി ഫിറ്റ് ചെയ്യാത്ത ഒരു വൈപ്പർ ബ്ലേഡ് അല്ലെങ്കിൽ തേഞ്ഞു തീർന്ന ഒരു ബ്ലേഡ് ആണെങ്കിൽ കാലക്രമേണ അത് നിങ്ങളുടെ വിൻഷീൽഡ് ഗ്ലാസിൽ സ്ക്രാച്ച് വരുത്തുകയും വിസിബിലിറ്റി കുറയ്ക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ ഗ്ലാസ് മാറേണ്ട അവസ്ഥയിലേക്ക് വരെ നിങ്ങളെ നയിച്ചേക്കാം. എപ്പോഴാണ് ഒരു വിൻഷീൽഡ് വൈപ്പറുകൾ ചേഞ്ച് ചെയ്യേണ്ടത്? സാധാരണയായി വൈപ്പർ ബ്ലേഡുകൾ 6 മുതൽ 12 മാസങ്ങളിൽ മാറേണ്ടതാണ്. എങ്കിലും ഇവയുടെ ലൈഫ് വിവിധ ഫാക്ടറുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതർ കണ്ടീഷൻസ്, ഉപയോഗം, വൈപ്പറിന്റെ ക്വാളിറ്റി, ഉപയോഗിച്ച മെറ്റീരിയൽസ്, വാഹനം നിങ്ങൾ എവിടെയാണ് പാർക്ക് ചെയ്യുന്നത് തുടങ്ങിയവയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വൈപ്പർ ബ്ലേഡുകൾ മാറ്റാനാകുമ്പോൾ ഇനി പറയുന്ന ലക്ഷണങ്ങൾ നമുക്ക് കാണാവുന്നതാണ്. ഒന്നാമതായി, ഒരുപാട് തവണ മൂവ് ചെയ്താലും മഴവെള്ളം റിമൂവ് ആകാത്തൊരവസ്ഥ. അടുത്തത്, ചില സ്ഥലങ്ങളിലെ വെള്ളം റിമൂവ് ആകാത്ത അവസ്ഥ അല്ലെങ്കിൽ മിസ്സിംഗ് സ്പോട്ട്സ്. ഇത് ചിലപ്പോൾ ഒരുപാട് കാലം നമ്മുടെ വാഹനം ഉപയോഗിക്കാതിരുന്നാലും ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്നതാണ്. മൂന്നാമതായി, വൈപ്പർ ഉപയോഗിക്കുമ്പോൾ ചില സൗണ്ടുകൾ കേൾക്കുന്നത്. നാലാമതായി, പൊട്ടിയതോ ക്രാക്ക് വന്നതോ ആയ റബ്ബറിന്റെ ബ്ലേഡുകൾ. അഞ്ചാമതായി, ബെൻഡ് ആയതോ ഡാമേജ് ആയതോ ആയ ഫ്രെയിം. സോ ഇവയിൽ ഏതെങ്കിലും ഒരു ലക്ഷണം കാണുകയാണെങ്കിൽ എത്രയും വേഗം നിങ്ങളുടെ വൈപ്പർ ബ്ലേഡുകൾ മാറുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. പുതിയ ഒരു വൈപ്പർ ബ്ലേഡ് വാങ്ങുമ്പോൾ നിങ്ങളുടെ വാഹനത്തിൽ ഇപ്പോൾ ഉള്ളതിന്റെ സൈസ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. സാധാരണയായി ഇവ വ്യത്യസ്ത നീളത്തിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ വിൻഷീൽഡ് ഫുൾ കവർ ചെയ്യുന്ന രീതിയിലുള്ള കറക്റ്റ് സൈസ് സെലക്ട് ചെയ്താൽ മാത്രമേ മാക്സിമം വിസിബിലിറ്റി കിട്ടുകയുള്ളൂ. എങ്ങനെയൊക്കെ ഈ സൈസ് മനസ്സിലാക്കാം? കാറിന്റെ മാനുവൽ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇപ്പോഴുള്ള വൈപ്പറിന്റെ സൈസ് മെഷർ ചെയ്തും നമുക്ക് എത്രയാണ് കറക്റ്റ് സൈസ് എന്ന് മനസ്സിലാക്കാം. അതുമല്ലെങ്കിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന ഷോപ്പിൽ ചോദിച്ച് മനസ്സിലാക്കാം. നീളം കൂടിയ ബ്ലേഡുകൾ ചിലപ്പോൾ രണ്ട് ബ്ലേഡും തമ്മിൽ കൂട്ടിമുട്ടുകയും വിൻഡോയുടെ ഷേപ്പായിട്ട് ചേരാത്ത സ്ഥിതിയും ഉണ്ടായേക്കാം. അതുപോലെ തന്നെ വളരെ ചെറിയ ബ്ലേഡുകളാണെങ്കിൽ ഫുൾ ഏരിയ കവർ ചെയ്യുകയുമില്ല. സോ ഇത് രണ്ടാണെങ്കിലും നമുക്ക് ആവശ്യമുള്ള ഒരു റിസൾട്ട് കിട്ടുകയില്ല. കാഴ്ചയിൽ സാധാരണ ഒരുപോലെ ഇരിക്കുമെങ്കിലും വൈപ്പർ ബ്ലേഡുകൾ വിവിധ ടൈപ്പുകളിൽ ഉള്ളത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഓരോന്നും ഓരോ ഡ്രൈവിംഗ് കണ്ടീഷൻസിനനുസരിച്ച് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണ്. ആദ്യമായി സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ കൺവെൻഷണൽ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. സിംപ്ലിസിറ്റിയും കോസ്റ്റ് എഫക്റ്റീവ്നെസ്സും കാരണം ഏറ്റവും അധികം കണ്ടുവരുന്ന ഒരു ടൈപ്പാണിത്. 11 മുതൽ 28 വരെ ഇഞ്ച് സൈസുകളിൽ ഇവ ലഭിക്കുന്നതാണ്. അടുത്തതായി ബീം അല്ലെങ്കിൽ ഫ്ലാറ്റ് ടൈപ്പ്. മെറ്റൽ ഫ്രെയിം ഇല്ലാത്ത ഈ ടൈപ്പിന്റെ എയറോഡൈനാമിക് ഡിസൈൻ വിൻഷീൽഡിൽ കൃത്യമായി അമർന്നിരിക്കാൻ ഇവയെ സഹായിക്കും. എങ്കിലും സ്റ്റാൻഡേർഡ് ടൈപ്പിനേക്കാൾ കോസ്റ്റ് ഇവയ്ക്ക് കൂടുതലാണ്. ഇനി അടുത്തതായി ഹൈബ്രിഡ് ടൈപ്പ് എന്താണെന്നൊന്ന് നോക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ കൺവെൻഷണൽ ടൈപ്പിന്റെയും
ബീം ടൈപ്പിൻ്റെയും ഫീച്ചേഴ്സ് കമ്പൈൻ ചെയ്താണ് ഈ ടൈപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ഏത് ടൈപ്പ് വേണമെന്നുള്ളത് നിങ്ങളുടെ ബഡ്ജറ്റ്, പേഴ്സണൽ പ്രിഫറൻസസ്, ലോക്കൽ ക്ലൈമറ്റ് എന്നിവ അനുസരിച്ച് തിരഞ്ഞെടുക്കാം. നല്ല കാറ്റുള്ള സ്ഥലമാണെങ്കിൽ കൺവെൻഷണൽ ടൈപ്പിനേക്കാൾ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് ബീം വൈപ്പറുകളാണ്. പക്ഷേ അവ കുറച്ച് എക്സ്പെൻസീവ് ആണ്. വൈപ്പർ ബ്ലേഡുകൾ നിർമ്മിച്ചിരിക്കുന്ന മെറ്റീരിയലുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് റബ്ബർ ഉപയോഗിച്ചും സിലിക്കൺ ഉപയോഗിച്ചും നിർമ്മിച്ചിരിക്കുന്ന വൈപ്പർ ബ്ലേഡുകൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇനി എങ്ങനെ നമുക്ക് സ്വയം നമ്മുടെ വൈപ്പർ ബ്ലേഡുകൾ മാറാമെന്ന് മനസ്സിലാക്കാം. വൈപ്പറുകൾ വാങ്ങുന്ന കടകളിൽ നിന്ന് തന്നെ നിങ്ങൾക്കിവ മാറ്റിയിടാമെങ്കിലും നിങ്ങൾക്ക് തന്നെ വളരെ ഈസിയായി ഇത് ചെയ്യാവുന്നതേയുള്ളൂ. പുതിയ ബ്ലേഡിന്റെ പാക്കറ്റിൽ സാധാരണയായി പഴയത് എങ്ങനെ റിമൂവ് ചെയ്യാമെന്നും പുതിയവ എങ്ങനെ ഇടാമെന്നും നൽകിയിട്ടുണ്ടാകും. ആദ്യം തന്നെ വൈപ്പർ ബ്ലേഡുകൾ ഉയർത്തിയതിനു ശേഷം അതിലുള്ള ബ്ലേഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ക്ലിപ്പ് റിമൂവ് ചെയ്താൽ നമുക്ക് ബ്ലേഡ് ഈസിയായി ഊരിയെടുക്കാം. ബ്ലേഡ് ഊരിക്കഴിയുമ്പോൾ ചിലപ്പോൾ മെറ്റൽ ഫ്രെയിം വന്ന് ഗ്ലാസ്സിൽ അടിച്ച് ഗ്ലാസ്സിന് കേടുവരാൻ സാധ്യതയുണ്ട്. അതിനാൽ തുണിയോ എന്തെങ്കിലും സോഫ്റ്റ് മെറ്റീരിയലോ ഗ്ലാസ്സിൽ അത്യാവശ്യം കട്ടിയിൽ വിരിച്ചതിന് ശേഷം മാത്രം ബ്ലേഡുകൾ റിമൂവ് ചെയ്യാം. ഇനി പുതിയ ബ്ലേഡുകൾ അതേ ക്ലിപ്പ് ഉപയോഗിച്ച് തന്നെ കൃത്യമായി ഫ്രെയിമിലേക്ക് അറ്റാച്ച് ചെയ്യാം. ചില വണ്ടികൾക്ക് ഡ്രൈവർ സൈഡിലും പാസഞ്ചർ സൈഡിലുമുള്ള ബ്ലേഡിന്റെ ലെങ്ത് വേറെ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ള ബ്ലേഡ് തന്നെ എടുത്ത് ഇൻസ്റ്റാൾ ചെയ്യാം. ഇനി വിൻഡ്ഷീൽഡ് വൈപ്പർ ബ്ലേഡുകളുടെ ലൈഫ് എങ്ങനെ ഇൻക്രീസ് ചെയ്യാമെന്ന് നോക്കാം. കീപ് ദ ബ്ലേഡ്സ് ക്ലീൻ. പൊടിപടലങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വസ്തുക്കളൊക്കെ ഈ ബ്ലേഡുകളിൽ വന്ന് പറ്റിപ്പിടിക്കുകയും ബ്ലേഡിന് കേടുപറ്റുകയും ചെയ്യും. അതുവഴി ഗ്ലാസ്സിൽ സ്ക്രാച്ച് വരാനും സാധ്യതയുണ്ട്. റെഗുലറായി തന്നെ നിങ്ങളുടെ വൈപ്പർ ബ്ലേഡുകൾ ക്ലീനും സോഫ്റ്റുമായിട്ടുള്ള തുണി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാം. ക്ലീൻ യുവർ വിൻഡ്ഷീൽഡ്. ബ്ലേഡുകൾ ക്ലീൻ ചെയ്യുന്നത് പോലെ തന്നെ ഗ്ലാസും ക്ലീൻ ചെയ്യുകയും എന്തെങ്കിലും പദാർത്ഥങ്ങൾ അതിൽ അടിഞ്ഞുകൂടുന്നത് തടയുകയും ചെയ്യാം. പാർക്ക് ഇൻ ദ ഷെയ്ഡ്. വേനൽക്കാലങ്ങളിൽ ചൂടേറ്റ് വൈപ്പർ ബ്ലേഡിന്റെ റബ്ബർ നശിക്കാതിരിക്കാൻ തണലുള്ള സ്ഥലങ്ങളിൽ വാഹനം പാർക്ക് ചെയ്യാം. കനത്ത ചൂട് മൂലം റബ്ബർ ഹാർഡ് ആകാനും പൊട്ടിപ്പോകാനും ചാൻസ് ഉണ്ട്. ദീർഘകാലം വാഹനം ഉപയോഗിക്കുന്നില്ലെങ്കിൽ വൈപ്പർ ഗ്ലാസിൽ നിന്നും പൊക്കി വയ്ക്കുകയും ചെയ്യാം. അവോയ്ഡ് യൂസിങ് വൈപ്പേഴ്സ് ഓൺ ഡ്രൈ വിൻഡ്ഷീൽഡ്. ഒരിക്കലും വെള്ളത്തിന്റെ അംശം ഇല്ലാതെ വൈപ്പർ പ്രവർത്തിപ്പിക്കരുത്. അത് ബ്ലേഡും ഗ്ലാസുമായിട്ടുള്ള ഫ്രിക്ഷന് കാരണമാവുകയും ബ്ലേഡിന് തേയ്മാനവും എന്തെങ്കിലും ഹാർഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ ഗ്ലാസിൽ സ്ക്രാച്ചും ഉണ്ടാവും. യൂസ് ഹൈ ക്വാളിറ്റി വൈപ്പേഴ്സ്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള വൈപ്പറുകൾ ഉപയോഗിക്കുന്നത് വഴി അവയുടെ ലൈഫ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ വൈപ്പർ ബ്ലേഡുകളുടെ കൃത്യമായിട്ടുള്ള മെയിൻ്റെനൻസ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷേ പലരും മറന്നുപോകുന്ന അല്ലെങ്കിൽ വിട്ടുകളയുന്ന ഒരു കാര്യവുമാണ്. റെഗുലർ ആയിട്ടുള്ള ക്ലീനിങ്ങും ശ്രദ്ധയോടെയുള്ള പാർക്കിംഗ് രീതികളും ഉപയോഗിച്ച് കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ പോലും നിങ്ങൾക്ക് വൈപ്പർ ബ്ലേഡുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും ദീർഘകാലത്തേക്ക് അവ ഉപയോഗിക്കുകയും ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ കുറച്ച് സമയം വൈപ്പറുകളുടെ മെയിൻ്റെനൻസിനു വേണ്ടി ഇടയ്ക്ക് ചെലവഴിച്ചാൽ അവ നിങ്ങളുടെ ഗ്ലാസ് ഏരിയയിലെ വിസിബിലിറ്റി വർദ്ധിപ്പിക്കുകയും അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് ആയാസകരവുമാക്കാം.